ഹലോ, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ടേബിൾ കുറേയധികം കാലവർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർഫസൊക്കെ ഉണ്ട്, ആകെ തുരുമ്പൊക്കെ പിടിച്ച് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ ആ വാൾപേപ്പർ. അപ്പോൾ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ തുരുമ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കൊരു കോർണർ നമ്മുടെ ചേട്ടൻ ഒന്ന് തേച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു, വൈറ്റ് വാഷൊക്കെ അടിച്ചിട്ട്. നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു കോർണർ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത് കാരണം ഒരു കോർണർ അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ നമുക്ക് ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് ആ ഒരു കോർണർ. അപ്പോൾ അത് ഈ ടേബിളൊന്ന് വൈറ്റ് ആക്കി എടുക്കാനും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് വൈറ്റ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച ഈ വാൾപേപ്പർ സൂപ്പറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്ന പോലെ ബാഡ് ക്വാളിറ്റി ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിൾ ആകെ സ്ക്രാച്ചും തുരുമ്പൊക്കെ പിടിച്ച് സർഫസ് സ്മൂത്തായിരുന്നില്ല, അതിൻ്റെ ഒരു നീറ്റ്നെസ് കുറവുണ്ട്, എന്നാൽ കൂടി ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കോർണർ, വാളിൻ്റെ കോർണർ നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ കൂടെ ഈ ബാക്കി വന്ന വാൾപേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചേക്കാളും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇത്രയും മതി, ഇതുപോലൊരു കോർണർ ആണ് ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ അടിപൊളി കോർണറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.